ഇൻസ്റ്റാഗ്രാമിലൊക്കെ പുതുതായി കാണുന്ന ഒരു ട്രെൻഡാണ് ഈ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ ക്യാമ്പ് ചെയ്യാൻ പോവുക, ട്രിപ്പ് അടിക്കാൻ പോവുക എന്നുള്ളത്. അതൊരു ഗ്രൂപ്പായി ചെയ്യുക എന്നുള്ളത്. നമ്മളതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് സദാചാരം പറച്ചിലാവും, അല്ലേ, ധാർമ്മികത പറച്ചിലാവും. സദാചാരമൊന്നും പാടില്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പം ഇനിവേ ഞങ്ങൾ അത് പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുന്നില്ല, മറിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണത്തിൻ്റെ ഒരു ഭാഗം നമുക്കാദ്യം കേൾക്കാം. മാട്രിമോണിയൽ സൈറ്റ് പോലെ തന്നെ ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു ഒരു ഏരിയ ആണ്, ഇപ്പം ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പുകൾ എന്ന് പറയുന്നത്. ഇമോഷണലി മെന്റലി സ്ട്രോങ് അല്ലാത്ത ആളുകൾ, സ്വന്തം ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളുകൾ ഇമ്മാതിരി പരിപാടികൾ ചെന്നിട്ട് കുടുങ്ങരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിനകത്തൊക്കെ ചെന്ന് കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ്റെ അടുത്ത് പറയാനും പറ്റത്തില്ല, കംപ്ലൈന്റ് ചെയ്യാനും പറ്റാത്ത വല്ലാത്തൊരു അവസ്ഥയിലേക്ക്, മെന്റൽ സ്റ്റേറ്റിലേക്ക് ഇത് കൊണ്ടുപോകും. എനിക്ക് പരിചയത്തിലുള്ള ഒരു ലേഡി ഇതുപോലൊരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ പോകുന്നു. അവരവിടെ ഒരാളെ പരിചയപ്പെടുന്നു, അയാളായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു. അതിനുശേഷം ഈ ആള് ഒരു റെഡ് ഫ്ലാഗ് ആണ്, ഇയാള് ഒട്ടും പറ്റാത്ത ഒരാളാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ബാക്കൗട്ട് ആവുന്നു. ആ സമയത്ത് ഈ ആള് ഇവരുടെ കുറച്ച് സ്വകാര്യമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. ഇത് നിന്റെ മോളെ കാണിക്കും, ഇത് നിന്റെ പാരന്റ്സിനെ കാണിക്കും, അല്ലെങ്കിൽ വീട്ടുകാരെ കാണിക്കും, നാട്ടുകാരെ കാണിക്കും, പബ്ലിഷ് ചെയ്യും, അങ്ങനെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ത്രെട്ടനിങ്. ഇവർക്കാണെങ്കിൽ ഒരു കംപ്ലൈന്റ് പോകാനായിട്ട് പറ്റുന്നില്ല. അതായത് അവർക്കൊരു മാനഭയം ഭയന്നിട്ട് അവർക്ക് കംപ്ലൈന്റിന് പോകാൻ പറ്റാത്തൊരവസ്ഥ. ഇതുപോലെ ഈ സംഭവങ്ങളിൽ ചെന്ന് പെട്ടിട്ടുള്ള ഒരുപാട് ലേഡീസ് ഉണ്ട്, എസ്പെഷ്യലി സ്ത്രീകൾ ഒരുപാടുണ്ട്. ഇതുപോലെ പോയിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറി അവസാനം കാര്യം വരുമ്പോഴത്തേക്കും ഈ ഫോട്ടോസ് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു, പൈസ ചോദിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ വിവേകം എന്ന് പറയുന്ന സംഭവം ആ ഏരിയ പോലും കാണത്തില്ല. അപ്പോൾ ആ സിറ്റുവേഷനിൽ ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി, അതായത് ഇത്തരം ബ്രോക്കൺ ആയിട്ടുള്ള ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ, ഡിവോഴ്സ് ആയിട്ടുള്ള ആളുകൾ, സിംഗിൾ ആയിട്ടുള്ള ആളുകൾ, സിംഗിൾ മോംസ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്ത് പൈസ ചെലവഴിക്കുന്ന കഴുകന്മാര് വരുന്ന ഒരു ഏരിയ ആണ് ഇത്. അതായത് ഇവരവിടെ വന്നിട്ട് ഈ സ്ത്രീകളെ, അല്ലെങ്കിൽ ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്ന ആളുകളുടെ നല്ല രണ്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന ആ സ്ത്രീ എന്ത് വിചാരിക്കുകയോ, എന്ത് നല്ല മനുഷ്യനാണ്, എന്ത് നല്ല വർത്താനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്യുന്നു എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇതൊക്കെ ഈ വരുന്ന ആളിന്റെ ബാക്ക്ഗ്രൗണ്ടോ, അവന്റെ പേരോ, അവന്റെ ജോലിയോ, അവൻ എന്താണ്, അവൻ എവിടുന്നാണ് വരുന്നതെന്ന് പോലും അറിയാൻ പാടില്ലാണ്ട് ഈ സ്ത്രീകൾ അറ്റാച്ച്ഡ് ആവും. പിന്നെ അവിടെ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യും, എല്ലാം നടക്കാൻ പാടില്ലാത്തത് നടക്കും. ശേഷം ഇവൻ ഇതുപോലെ വന്നിട്ട് ഭീഷണിപ്പെടുത്തും. എന്തിനാണ് ആ പരിപാടിക്ക് പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതാണ്. കാര്യം ഒറ്റയ്ക്ക് നമ്മൾ യാത്ര ചെയ്താൽ ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ബോഡി തന്നെ അലേർട്ട് ആയിരിക്കും, നമ്മുടെ മൈൻഡ് തന്നെ അലേർട്ട് ആയിരിക്കും. അയ്യോ, ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്, അലേർട്ട് ആയിട്ടിരിക്കണം. നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കും. നമ്മൾ ബുക്ക് ചെയ്യുന്ന ഹോട്ടലാണെങ്കിലും, നമ്മൾ താമസിക്കുന്ന നമ്മൾ പോകുന്ന വഴികളാണെങ്കിലും, അവിടെ ഇടപെടുന്ന ആളുകളാണെങ്കിലും, ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും എല്ലാം നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ ഇങ്ങനെയുള്ള സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ കൊടുക്കുന്ന പരസ്യങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടാണ്. നിങ്ങൾ ഇമോഷണലി, നിങ്ങൾ മെന്റലി നിങ്ങൾ ഡൗൺ ആണോ, ആരും അറിയാതെ നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ ആരാണെന്ന് പോലും അറിയാതെ പങ്കുവയ്ക്കപ്പെടാനായിട്ട് ഒരു കൂട്ടം ആളുകളുമായിട്ട്, നിങ്ങൾക്ക് അറിയാത്ത ആളുകളുമായിട്ട് നിങ്ങൾ ഏതെങ്കിലും മലയുടെ മൂട്ടിലോ ഏതെങ്കിലും കാട്ടിന്റെ നടുവിലോ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് നമുക്ക് ഒന്നും അറിയാതെ അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ആളുകൾ, ഈ മെന്റലി ഡൗൺ ആയിട്ടുള്ള ആളുകൾ അറിയാണ്ട് കംഫർട്ടബിൾ ആവുകയാണ്. അങ്ങനെ കംഫർട്ടബിൾ ആക്കുന്ന ആഡുകളാണ് വരുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇത് കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുന്നില്ല ഇങ്ങനെയുള്ള കുന്തങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത്. കഴിയുന്ന ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനാണ് ഏറ്റവും സേഫ്. എന്തിനാണ് ഇങ്ങനെ ഒരു നിമിഷം നേരത്തേക്കുള്ള ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള സംഭവങ്ങളിൽ ചെന്ന് ചാടിയിട്ട് ജീവിതകാലം മുഴുവൻ ടെൻഷൻ അടിക്കാനുള്ള മാരണം എടുത്ത് തലയിലെടുത്ത് വലിച്ചു വെക്കുന്ന കാര്യം എന്താ ഉള്ളത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഈ ഒരു ക്യാമ്പിൻ്റെ വിഷയം മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പല വളരെ പോസിറ്റീവ് വൈബ് ആയി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യത്തിൻ്റെ ഡാർക്ക് സൈഡുകൾ പലപ്പോഴും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് നമ്മളിത് കാണുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള ക്യാമ്പുകൾ, ട്രിപ്പുകൾ, ഇതിൻ്റെയൊക്കെ റീൽസും ഷോർട്സും ഒക്കെ പിന്നെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന വെച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ മറന്നുകൊണ്ട് മതിമറന്ന് ആഹ്ലാദിക്കാനുള്ളൊരു അവസരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അത്തരത്തിലുള്ള കുറേ റീലുകളൊക്കെ ആയിരിക്കും വരിക. ബസ്സിൽ പിന്നെ മ്യൂസിക് ഇട്ട് ചാടി കളിക്കുന്നു, പിന്നെ ഒരുമിച്ച് പോകുന്നു, വളരെ രസകരമായി ഉള്ള രംഗങ്ങളൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അത് കാണുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഓക്കെ, എനിക്കും കുറേ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനുള്ളൊരു സൊല്യൂഷനാണിത് എന്ന രൂപത്തിലാണ് ഇത്തരം ക്യാമ്പുകളിലേക്ക് പോകുന്നത്. ഒന്നാമത് നമ്മൾ നോക്കേണ്ടത്, ഇതിനിങ്ങനെയുള്ള ഈ പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ വൈബ് ടൈപ്പ് സാധനങ്ങൾ മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ ആ സൈഡ് മാത്രം പിന്നെ അതിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നതിനപ്പുറത്ത് അതിൻ്റെ മറ്റ് സൈഡുകളെ കുറിച്ച് കൂടി ഒന്ന് ആലോചിക്കാൻ, പ്രത്യേകിച്ചും ഇത്തരം ട്രെൻഡുകൾ കൂടുതലായി വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, എന്തിനാണ് ഈ സ്ട്രേഞ്ചേഴ്സ്? എന്താണ് ആ സ്ട്രേഞ്ചേഴ്സ് എന്നുള്ളത് കൊണ്ട് എന്താ അവിടെ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സുമായി പോകുന്നതിൽ നിന്നും സ്ട്രേഞ്ചേഴ്സ് ആകുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താ? നമുക്കും കുറേ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ അറിയുന്ന ആളുകളോ നമ്മുടെ റിലേറ്റീവ്സോ ഫാമിലിയോ ഒക്കെ ഉണ്ടാവുമല്ലോ. അവരൊന്നും അല്ലാതെ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ പോകുമ്പോൾ എക്സ്ട്രാ ബെനിഫിറ്റ് എന്താണ് അവിടെ നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് വരുന്നു. അപ്പോൾ
അവിടെ ആ സ്ട്രേഞ്ചർ എന്ന് പറയുന്നതിൻ്റെ ബെനിഫിറ്റ് അവിടെ വരുന്നത് കുറച്ചുകൂടി ഈ പറഞ്ഞ ഒരു ബൗണ്ടറികളില്ലാതെ കുറച്ചുകൂടി അടുത്ത് ഇടപഴകുക, പരസ്പരം ഷെയർ ചെയ്യുക എന്നതാണ് അവിടെ ബെനിഫിറ്റായിട്ട് ഇത്തരം ക്യാമ്പുകളിലൂടെ സംഭവിക്കുന്നത്. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതായത് ഒരു പരിചയമില്ലാത്ത ആളുകൾ, അവരോട് എന്ത് ചെയ്യുന്നു, നമ്മൾ പേഴ്സണൽ, പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടി വൾണറബിളായ അല്ലെങ്കിൽ കുറച്ചുകൂടി ഡൗൺ ആയി കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു പരിചയമില്ലാത്ത ഒരാളുമായിട്ട്, പ്രത്യേകിച്ചും ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരോട് നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്താൽ അവിടെ ഒരു പേഴ്സണൽ ബോണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ചും സ്ത്രീകൾക്കാകുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ അവരുടെ മനസ്സിൽ അത്തരത്തിലുള്ളൊരു ബോണ്ടിങ് ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഒരു സ്ത്രീയുടെ സൃഷ്ടിപ്പ്, അങ്ങനെയാണ് അല്ലേ? സ്ത്രീയുടെ ഹോർമോണുകൾ ആ രൂപത്തിൽ ബോണ്ട് ചെയ്യപ്പെടുന്ന രൂപത്തിലാണ്. പുരുഷനാണെങ്കിൽ ഒരു ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് നോക്കിക്കൊണ്ടാണ് പലപ്പോഴും ആ കാര്യങ്ങൾ നോക്കുക. ഇങ്ങനെയുള്ള ആളുകളടക്കം വരും. ഇപ്പോൾ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആകുമ്പോൾ, നമ്മളുടെ അറിയുന്ന ആളുകൾ ആകുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അറിയുന്ന ആളുകൾ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ സ്ട്രേഞ്ചേഴ്സ് ആകുമ്പോൾ അവർക്ക് നമ്മളായിട്ടൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഒരു പക്ഷേ അവർ മനസ്സിൽ രോഗവുമായിട്ടായിരിക്കാം വരുന്നുണ്ട്. നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കുമോ? ആരുടെയെങ്കിലും മനസ്സ് നമുക്കറിയാൻ സാധിക്കുമോ? അപ്പോൾ ഞാൻ പറയുന്നത് ഈ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ പോകുന്ന അവരെല്ലാവരും മോശക്കാരാണെന്ന അർത്ഥത്തിലല്ല. മറിച്ച് ഈ ഒരു 50 ആളുകളിൽ വരുന്നതിൽ രണ്ടാളുകളെങ്കിലും ഇത് വെച്ചൊരു മുതലെടുപ്പ് നടത്തണം. അല്ലെങ്കിൽ അവർക്കൊരു ദുരുദ്ദേശം ഉണ്ടെന്ന് വിചാരിക്കുക. ഏതെങ്കിലും രൂപത്തിൽ സ്ത്രീകളെ മോശമായി നോക്കണം, മോശമായി ചിന്തിക്കണം, മോശമായി അവരുമായി ഒരു ബന്ധത്തിൽ ഏർപ്പെടണം എന്ന ഒരു ചിന്തയുമായിട്ടാണ് വരുന്നത്. 50 ആളുകളിൽ 2 ആളേ ഉള്ളൂ എന്ന് വിചാരിക്കുക. എങ്കിൽ അവരെ നമുക്ക് മനസ്സിലാവുമോ? അവരാരെങ്കിലും നോട്ടീസ് ഒട്ടിച്ചിട്ട് ഞാനിത് ദുരുദ്ദേശത്തോടു കൂടി വരുന്നു എന്ന് പറഞ്ഞിട്ട് വരുമോ? ഇല്ല. അവരും നമ്മളോട് വളരെ രസകരമായി സംസാരിച്ചിട്ടും ചിരിച്ചും കളിച്ചും ഒക്കെ ആയിരിക്കും പോവുക. കാരണം അവർക്ക് അവരുടെ ഉദ്ദേശം നടക്കണം. ഇവിടെ ഈ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലായി അല്ലെങ്കിൽ ഒരു അവിഹിത ബന്ധത്തിലായി അതിനുശേഷം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കാര്യമാണ്. എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അവിടെ അവിഹിതമായ അത്തരത്തിലുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അതിലേക്ക് പോവുക. ഇനി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്ന് വിചാരിക്കുക. അത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളിലേക്കാണ് ഇത് നയിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞാൽ പറയാം, കണ്ടോ കുറച്ച് ആൾക്കാർ സ്കാം ചെയ്യുമ്പോഴത്തേക്ക് അവിഹിതം നടക്കുമെന്നാണ് പറയുന്നത്. എല്ലാവരും അവിഹിതം നടക്കുന്നല്ല നമ്മൾ പറയുന്നത്. അതിനേക്കുള്ള സാധ്യതകളിലേക്കാണ് അത് എത്തിപ്പെടുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പറയുന്നതിനെ ഒരു പ്രജുഡൈസ്ഡ് മൈൻഡ് അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് സംഭവിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇറ്റ്സ് എ റിയാലിറ്റി. ആ റിയാലിറ്റിയോട് കണ്ണടച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടെ ആണും പെണ്ണും ഒരുമിച്ച്, അതന്നെ പ്രത്യേകിച്ചും പരിചയമില്ലാത്തവരാകുമ്പോൾ ഒരുമിച്ചാകുമ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം അത് റിയാലിറ്റിയാണ്. നിങ്ങൾ ഏതൊക്കെ രൂപത്തിൽ ചാപ്പ പറഞ്ഞാലും ശരി, അതൊരു റിയാലിറ്റിയാണ്. അത് നല്ലതാണോ മോശമാണോ അതൊന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെയുള്ള ക്യാമ്പിൻ്റെ ഈ പോസിറ്റീവ് വൈബ് സാധനം മാത്രം കണ്ടിട്ട് അതിലേക്ക് പോകുന്ന ആളുകൾ ആദ്യം ചിന്തിക്കുക, ആ ഒരു റിയാലിറ്റി അത് നല്ലതാണോ മോശമാണോ? അതിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ സൈഡ് അടുത്തതാണ്. ഓക്കെ, അവർ ഏതെങ്കിലും രൂപത്തിൽ ന്യൂഡായ പിക്ചേഴ്സ് അയക്കുന്നു, അത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു, അതൊക്കെ രണ്ടാമത്തെ സ്റ്റെപ്പ് മാത്രമാണ്. ഓക്കെ, ആ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു അവിഹിത ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇനി അതൊന്നും പ്രശ്നമില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പക്ഷേ അതിനെയൊക്കെ ധാർമ്മികമായി പ്രശ്നമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സൈഡ് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ഇത്തരം ട്രെൻഡുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കേവലമായ പോസിറ്റീവ് സൈഡ് മാത്രം കണ്ടുകൊണ്ടായിരിക്കരുത് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അത് മനസ്സിലാക്കാൻ പെണ്ണിൻ്റെ ചിന്ത എങ്ങനെയാണെന്നുള്ളത് ആണിൻ്റെ ചിന്ത എങ്ങനെയാണെന്നുള്ളത് പെണ്ണിനോ മനസ്സിലാവില്ല. കാരണം രണ്ടാളും നമ്മൾ സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറയില്ലേ, ആണിൻ്റെ മനസ്സല്ല പെണ്ണിൻ്റേത്, പെണ്ണിൻ്റെ മനസ്സല്ല ആണിൻ്റേത്. പെണ്ണൊരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ്, ഒരു സ്ത്രീ പോയിട്ട് അവിടെ വളരെ നോർമലായിട്ടായിരിക്കും അല്ലെങ്കിൽ വളരെ കാഷ്വലായിട്ടായിരിക്കും അവർ ഇടപഴകുന്നുണ്ടാവുക. അവർക്ക് വേറെ ചിന്തകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആണിൻ്റെ ചിന്ത അങ്ങനെയല്ല. ആണ് പലപ്പോഴും നമ്മൾ പറയില്ലേ, ആണിൻ്റെ ചിന്തയും പെണ്ണിൻ്റെ ചിന്തയും തമ്മിലുള്ള വ്യത്യാസം സെക്ഷൽ ഡൈമോർഫിസത്തിലും അതേപോലെ തന്നെ സൈക്കോളജിയിലൊക്കെ അതിൻ്റെ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വേറെ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആണിൻ്റെ ചിന്ത മനസ്സിലാക്കാൻ പെണ്ണിനും, പെണ്ണിൻ്റെ ചിന്ത മനസ്സിലാക്കാൻ ആണിനും കഴിയില്ല. പലപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടു കൂടി വരുന്ന പുരുഷന്മാർ ഇത് മുതലാക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത്തരം ഇപ്പോൾ ഒരു ക്യാമ്പിൽ എത്ര കോഴികളുണ്ട് എന്നുള്ളത്, കോഴി ഇൻ ദ സെൻസ് ഇത്തരത്തിലുള്ള ഈ ഞരമ്പ് രോഗികളായ ആളുകളുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ ഒരു വഴിയുമില്ല. മനസ്സ് തുറന്നു നോക്കാൻ നമുക്കൊരു വഴിയുമില്ല. അപ്പോൾ അത്തരം
ഈ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇത്തരം ക്യാമ്പുകളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ആളുകൾ ഡിസിഷൻസ് എടുക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അതിനപ്പുറത്തേക്ക് നമുക്ക് യാത്രയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളോട്, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളോട്, നമ്മുടെ കുടുംബക്കാരുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സേഫ്റ്റിയെ പരിഗണിക്കുക, സേഫ്റ്റിക്ക് മുൻഗണന കൊടുക്കുക, അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷനെ അതിൻ്റെ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തടയുക എന്നുള്ളത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല. നമുക്ക് പിന്നീട് വരാൻ സാധ്യതയുള്ള ഒരുപാട് നെഗറ്റീവ് കോൺസിക്വൻസുകളെ അത് ഒഴിവാക്കുക മാത്രമാണ് ചെയ്യുക. അത് പറയുമ്പോൾ ഒരിക്കലും അതിനെ ഏതെങ്കിലും സദാചാരം, ധാർമ്മികത ലേബലിട്ടതുകൊണ്ടോ ചാപ്പയടിച്ചതുകൊണ്ടോ യാഥാർത്ഥ്യങ്ങൾ ഇല്ലാതാവില്ല എന്ന് മാത്രം ഓർമ്മിക്കുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും.